ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിസംബർ 18 വ്യാഴാഴ്ച ക്രിസ്മസ് റിലീസായി തിയേറ്ററിലെ മലയാള സിനിമയാണ് ബബ്ബബ്ബ അഥവാ ഭയം ഭക്തി ബഹുമാനം. ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിച്ച് നവാഗത ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ദിലീപ്, മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ, സാൻഡി മാസ്റ്റർ, ബൈജു ബാലു വർഗീസ്, ശരണ്യ പൊൻവണ്ണൻ, സിദ്ധാർത്ഥ് ഭരതൻ, റെഡിംഗ് ശ്രീ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ചിത്രം ആദ്യ ചൊവ്വാഴ്ച കൂടിയ 6 ദിവസമാണ് ഇന്ന് പിന്നിടുന്നത്. 5-ാം ദിവസം ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 1,20,00,000 രൂപയാണ്. അങ്ങനെ 5 ദിവസം കൊണ്ട് കേരളത്തിൽ 18,68,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 6-ാം ദിവസം എന്ന ചൊവ്വാഴ്ചയിൽ ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 1,10,00,000 റേഞ്ചിലാണ്. അങ്ങനെ 19,80,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ 6 ദിവസത്തെ കേരള കളക്ഷൻ എത്തി നിൽക്കുന്നത്. 6 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 39 കോടി റേഞ്ചിലുമാണ്. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച് നവാഗതനായ ജിതിൻ കെ ജോസ് തിരക്കഥ സംവിധാനം ചെയ്ത് ഡിസംബർ 5 തിയേറ്ററിലെത്തി സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ മലയാള സിനിമയാണ് കളങ്കാവൽ. മമ്മൂട്ടി, വിനായകൻ, ജിബിൻ ഗോപിനാഥ്, ഗായത്രി അരുൺ, രജീഷ വിജയൻ, അസീസ് നെടുമങ്ങാട് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ 18-ാം ദിവസം കൂടിയ ഇന്നലെ ചൊവ്വാഴ്ചയിലെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 22,50,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 18 ദിവസം കൊണ്ട് കേരളത്തിൽ 35,63,00,000 രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. 19-ാം ദിവസം കൂടിയ ഇന്ന് ചൊവ്വാഴ്ചയും ഈ സിനിമയുടെ കേരള കളക്ഷൻ 20,00,000 മുകളിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 19 ദിവസം കൊണ്ട് കേരളത്തിൽ 35,80,00,000 റേഞ്ചിൽ കളക്ഷൻ നേടിയെടുത്ത് കഴിഞ്ഞ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 81 കോടി റേഞ്ചിലുമാണ്. ഡിസംബർ 5 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ധീരം. ഇന്ദ്രജിത്ത് സുകുമാരൻ നായകനായി ജിതിൻ സുരേഷ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ദീപ, മോണിക്ക ജോൺ, ദിവ്യ പിള്ള, അജു വർഗീസ്, നിഷാന്ത് സാഗർ, റോഷൻ ബഷീർ എന്നിങ്ങനെയായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. ഈ സിനിമയുടെ ഞായറാഴ്ച വരെയുള്ള ആദ്യ 17 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 1,07,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. വേൾഡ് വൈഡ് കളക്ഷനായി 17 ദിവസം കൊണ്ട് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 1,21,00,000 രൂപയുമാണ്. നവംബർ 21 തിയേറ്ററിലെത്തി സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ മലയാള സിനിമയാണ് എക്കോ. ബാഹുൽ രമേശിന്റെ തിരക്കഥയിൽ ദിഞ്ചിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സന്ദീപ് പ്രദീപ്, അശോകൻ, നരേൻ, വിനീത്, ബിനു പപ്പു, ബിയാന മോമിൻ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. സിനിമ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 4,20,000 രൂപയാണ്. അങ്ങനെ 32 ദിവസം കൊണ്ട് കേരളത്തിൽ 23,50,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 47-48 കോടി റേഞ്ചിലാണ്. ഡിസംബർ 5 തിയേറ്ററിലെത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയക്കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ബോളിവുഡ് സിനിമയാണ് ദുരന്തർ. ആദിത്യ ധർ തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ രൺവീർ സിംഗ്, അക്ഷയ് ഖന്ന, സഞ്ജയ് ദത്ത്, സാറ അർജുൻ, അർജുൻ രാംപാൽ, മാധവൻ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. വിവിധ ട്രാക്കേഴ്സ് നൽകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 686,50,00,000 രൂപയാണ് 18 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ. വിദേശ കളക്ഷനായി 190 കോടി ഉൾപ്പെടെ 876,50,00,000 രൂപയാണ് 18 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിട്ടുള്ളത്. 19-ാം ദിവസമായ ചൊവ്വാഴ്ചയോടെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 900 കോടിക്ക് മുകളിൽ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ധനുഷ് നായകനായി ആനന്ദൽ റായ് സംവിധാനം ചെയ്ത് നവംബർ 28 തിയേറ്ററിലെത്തി സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ ബോളിവുഡ് സിനിമയാണ് തേരെ ഇഷ്ക് മേം. ചിത്രം ഇന്നലെ വരെയുള്ള 25 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി കളക്ട് ചെയ്തിരിക്കുന്നത് 138 കോടി 33 രൂപയാണ്. വിദേശ കളക്ഷനായി 23 കോടി രൂപയും നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ലോകമെമ്പാടുമായി 25 ദിവസം പിന്നിടുമ്പോൾ 161 കോടി 33 രൂപ ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. ജെയിംസ് കാമറൂണിന്റെ അവതാർ 3 ഡിസംബർ 19 വെള്ളിയാഴ്ച കേരള ഉൾപ്പെടെയുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിരുന്നു. 4-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമ കേരളത്തിൽ 57,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 4 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ 4 കോടി 37 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ നെറ്റ് കളക്ഷനായി 76 കോടി രൂപയും ഗ്രോസ് കളക്ഷനായി 92 കോടി രൂപയുമാണ് 4 ദിവസം കൊണ്ട് നേടിയെടുത്തിട്ടുള്ളത്. 4 ദിവസം കൊണ്ട് ഈ സിനിമ ലോകമെമ്പാടുമായി 3,550 കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.